ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്, ഇപ്പോൾ കേറ്ററ്റിൻ്റെ ഓൾറെഡി ഒരു എക്സാം കഴിഞ്ഞു, റിസൾട്ടൊക്കെ വന്നു. അപ്പോൾ ഈ ഒരു കേറ്ററ്റ് എന്താ പറയുന്നത് ക്ലിയർ ചെയ്യാൻ പറ്റാത്തവർക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു സീരീസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുവാണ്. കേറ്ററ്റുമായി ബന്ധപ്പെട്ട കുറച്ച് വീഡിയോസ് നമ്മൾ റാൻഡമായിട്ട്, അതായത് ഒരു സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സസ് അല്ല, റാൻഡമായിട്ട് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സും അതിൻ്റെ നോട്ട്സും ഒക്കെ കവർ ചെയ്തിട്ടായിരിക്കും നമ്മൾ ഈ ഒരു സെക്ഷൻ മുമ്പോട്ട് കൊണ്ടുപോവുക. അപ്പോൾ നിങ്ങൾ ഈ ചാനലിലേക്ക് പുതിയതായിട്ടാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഒപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അതേപോലെ നിങ്ങൾക്ക് ഈ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതൊന്ന് ലൈക്ക് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ സൈക്കോളജിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള, കൂടുതലും നമ്മൾ സൈക്കോളജി, പെഡഗോഗി, പിന്നെ കുറച്ചൊക്കെ മലയാളം, അങ്ങനെ റാൻഡമായിട്ടായിരിക്കും കൂടുതലും വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ്, അങ്ങനെയുള്ള കുറച്ച് വീഡിയോസ് ആയിരിക്കും ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇതൊക്കെ നിങ്ങൾ സെൽഫ് നോട്ടും കൂടി പ്രിപ്പയർ ചെയ്യുക, ഇല്ലെങ്കിൽ ഇപ്പോൾ കൂടെ പഠിച്ചു പോവുക. ഇത് എന്താ പറയുന്നത്, മറക്കാതെ ഇത് അതേപടി നിങ്ങൾ ഫോളോ ചെയ്തു പോവുക. എന്തെങ്കിലുമൊക്കെ ക്വസ്റ്റ്യൻസ് ഉറപ്പായി ഇതിൽ നിന്നൊക്കെ വരും. അങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ ഫസ്റ്റ് വേർഡ് സൈക്കോളജി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു വേർഡ് എവിടെ നിന്നാണ് വന്നത്? സൈക്കെ പ്ലസ് ലോഗോസ്, ആ രണ്ട് വേർഡ്സിൽ നിന്നാണ്. അത് രണ്ടും എന്താ, ഗ്രീക്ക് വേർഡ്സ് ആണ്. സൈക്കെ പ്ലസ് ലോഗോസ്. സൈക്കെ മീൻസ് ആത്മാവ്, ലോഗോസ് മീൻസ് ശാസ്ത്രം. അപ്പോൾ ഇതിനെ എന്തെന്ന് പറയാം? ആത്മാവിൻ്റെ ശാസ്ത്രം എന്ന് പറയാം. അപ്പോൾ ഈ ഒരു ആത്മാവിൻ്റെ ശാസ്ത്രമാണ് സൈക്കോളജി എന്ന് പറഞ്ഞത് നമ്മുടെ അരിസ്റ്റോട്ടിൽ, പ്ലേറ്റോ പോലുള്ള ആളുകളായിരുന്നു നമ്മുടെ സൈക്കോളജി എന്ന് പറയുന്ന ആത്മാവിൻ്റെ ശാസ്ത്രം എന്ന് പറഞ്ഞത്. അപ്പോൾ അത് ഓർത്തിരിക്കുക. ഇനി അടുത്തത്, സൈക്കോളജി ഇസ് ദ സയൻസ് ഓഫ് മൈൻഡ്. പിന്നെ അതിനുശേഷം സൈക്കോളജി എന്ന് പറയുന്നത് എന്താ, മൈൻഡിൻ്റെ സയൻസ് ആണെന്നുള്ള ഒരു ഡെഫിനിഷനാണ് ആര് പറഞ്ഞത്? കാണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തി പറഞ്ഞത്. അപ്പോൾ അത് ഓർത്തിരിക്കുക. പിന്നെ ഈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അതായത് സൈക്കോളജി വേർഡ് ഇതിൽ നിന്ന് ഡിറൈവ് ചെയ്തേക്കുന്ന ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉള്ളതാണ്. ഇനി അടുത്തത് വില്യം വൂണ്ട് ആൻഡ് വില്യം ജെയിംസ്. വില്യം സഹോദരന്മാരെന്ന് ഓർത്തിരിക്കുക. അപ്പം അവർ പറഞ്ഞത് സൈക്കോളജി ഇസ് എ സയൻസ് ഓഫ് കോൺഷ്യസ്നസ്. അതായത് സൈക്കോളജി എന്ന് പറഞ്ഞാൽ എന്താ, സയൻസ് ഓഫ് കോൺഷ്യസ്നസ്, അതായത് ബോധമണ്ഡലം, അതിൻ്റെ ശാസ്ത്രമാണ് സൈക്കോളജി എന്നാണ് വില്യം വൂണ്ടും വില്യം ജെയിംസും പറഞ്ഞത്. അതായത് ഓരോരോ കണ്ടുപിടുത്തം ഇങ്ങനെ ഓരോ ഇതിൽ വന്നുകൊണ്ടിരിക്കുക. എന്നിട്ട് ലാസ്റ്റ് പിന്നെ നമ്മുടെ JB വാട്സൺ പറഞ്ഞു സൈക്കോളജി എന്ന് പറഞ്ഞാൽ ഇതൊന്നുമല്ല, സയൻസ് ഓഫ് ബിഹേവിയർ, അതായത് വ്യവഹാരം, സയൻസ് ഓഫ് ബിഹേവിയർ ആണ് സൈക്കോളജി എന്ന് ആര് പറഞ്ഞു? JB വാട്സൺ പറഞ്ഞു. അപ്പോൾ ഇത്രയും നിങ്ങൾ ഒരു കഥ പോലെ ഓർത്തിരിക്കാൻ വേണ്ടി ലാസ്റ്റ് ഒരു ഡെഫിനിഷനും കൂടി ഉണ്ട്. ഈ ഡെഫിനിഷൻ ആര് പറഞ്ഞാന്നൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. സൈക്കോളജിക്ക് ആദ്യം അതിൻ്റെ ആത്മാവ് നഷ്ടപ്പെട്ടു, പിന്നെ അതിൻ്റെ മനസ്സ് നഷ്ടപ്പെട്ടു, പിന്നീട് അതിൻ്റെ ബോധം നഷ്ടപ്പെട്ടു, അതിനുശേഷം അതിന് ഏതോ തരത്തിലുള്ള വ്യവഹാരം ഉണ്ട് എന്ന് പറഞ്ഞത് ആരാണ്? RS വുഡ്വർത്ത് ആണ്. ഇത് ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട്, നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ എന്താ, ഇത്രയാണ് സൈക്കോളജിയുടെ ഒരു ഇൻട്രോ എന്ന് പറയുന്നത്. സൈക്കോളജിയുടെ കുറച്ച് ഡെഫിനിഷൻസ്, പണ്ട് തൊട്ടുണ്ടായിരുന്ന കുറച്ച് ആളുകളുടെ ഡെഫിനിഷൻസും, പിന്നെ ലാസ്റ്റ് ഈ ആ ഡെഫിനിഷൻ എല്ലാം കൂടി ചേർന്ന് വരുന്ന ഒരെണ്ണം, അത് നമ്മുടെ വുഡ്വർത്ത് പറഞ്ഞതാണ്. അപ്പോൾ ഇത്രയും നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഇതിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട്. അതേപോലെ സൈക്കോളജി എന്ന വേർഡ് ഡിറൈവ് ചെയ്തത് ഏതിൽ നിന്നാണെന്നുള്ളതും നോട്ട് ചെയ്ത് വെക്കുക. ഇനി നമുക്ക് സൈക്കോളജി തന്നെ പല ബ്രാഞ്ചസ് ഉണ്ട്. ഇത് ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉള്ളതാണ്. ഞാൻ ഈ സൈഡിൽ ക്വസ്റ്റ്യൻ ഇവിടെ ഇട്ട് വെച്ചിട്ടുണ്ട്, ഞാൻ പറഞ്ഞത് ലാസ്റ്റ്. അപ്പോൾ സൈക്കോളജി എന്ന് പറയുമ്പോൾ എന്താ, രണ്ട് ബ്രാഞ്ച് ഉണ്ട്. പ്യുവർ സൈക്കോളജി ഉണ്ട്, അപ്ലൈഡ് സൈക്കോളജി ഉണ്ട്. പ്യുവർ സൈക്കോളജി എന്ന് പറയുമ്പോൾ എന്താ, കേവല മനഃശാസ്ത്രം. അപ്ലൈഡ് സൈക്കോളജി എന്ന് പറയുമ്പോൾ പ്രയുക്ത മനഃശാസ്ത്രം. മലയാളം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് LP UP HSA അതിനൊക്കെ മലയാളത്തിലായിരിക്കും നമ്മുടെ PSC ക്വസ്റ്റ്യൻ വരുന്നത്. അതുകൊണ്ട് നിങ്ങൾ പഠിക്കുമ്പോൾ ജസ്റ്റ് മലയാളം കൂടെ പഠിച്ച് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഈസി ആയിരിക്കും പിന്നെ പഠിക്കുമ്പോൾ. ഓക്കെ, അപ്പം പ്യുവർ സൈക്കോളജി ഉണ്ട്, അപ്ലൈഡ് സൈക്കോളജി ഉണ്ട്. ഇനി പ്യുവർ സൈക്കോളജിയുടെ അണ്ടറിൽ വരുന്ന ഏരിയാസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ജനറൽ സൈക്കോളജി, അബ്നോർമൽ സൈക്കോളജി, സോഷ്യൽ സൈക്കോളജി, അതേപോലെ ന്യൂറോ സൈക്കോളജി. ഇതൊക്കെയാണ് എന്ത്, പിന്നെ ജനറ്റിക് സൈക്കോളജി, ചൈൽഡ് സൈക്കോളജി. ഇത്രയാണ് എന്ത്, നമ്മുടെ പ്യുവർ സൈക്കോളജിയുടെ അണ്ടറിൽ വരുന്നത്. അതൊന്ന് ഓർത്തിരിക്കുക. ഇനി അടുത്തത് അപ്ലൈഡ് സൈക്കോളജിയുടെ അണ്ടറിൽ വരുന്നതാണ് നമ്മുടെ എഡ്യൂക്കേഷണൽ സൈക്കോളജി, മിലിറ്ററി സൈക്കോളജി, ക്ലിനിക്കൽ സൈക്കോളജി, ഇൻഡസ്ട്രിയൽ സൈക്കോളജി. ഇത് നിങ്ങൾ എന്താ പറയുന്ന ആ ഒരു ഓരോന്നിൻ്റെ അണ്ടറിൽ ഏതൊക്കെയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കണം. ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഓരോരുത്തർക്ക് തെറ്റാൻ ചാൻസ് ഉള്ള കാര്യങ്ങളാണ്. ഈ ചൈൽഡ് സൈക്കോളജി എന്ന് പറയുന്നത് പ്യുവർ സൈക്കോളജിയാണ്. എഡ്യൂക്കേഷണൽ സൈക്കോളജി ആണ് അപ്ലൈഡ് സൈക്കോളജി. ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോകുന്ന ചാൻസ് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ഫോക്കസ് ചെയ്ത് പഠിക്കുക. ഇനി ഇതിൽ നിന്ന് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരുന്നത് എന്നുള്ളത് നമുക്ക് ക്വസ്റ്റ്യനിൽ തരും.
ഒരു ഈ ഇപ്പം എന്താ പ്യുവർ സൈക്കോളജിയുടെ അണ്ടറിൽ വരുന്ന ടൈപ്സും അപ്ലൈഡ് സൈക്കോളജിയുടെ അണ്ടറിൽ വരുന്ന ടൈപ്സും നമ്മൾ പഠിച്ചു. ഇതിലേതെങ്കിലും ഒന്ന് ഇപ്പോൾ പ്യുവർ സൈക്കോളജിയുടെ അണ്ടറിൽ വരുന്ന എല്ലാം തന്നിട്ട് അതിൻ്റെ ഇടയ്ക്ക് ഒരെണ്ണം അപ്ലൈഡ് സൈക്കോളജി ഇടും. എന്നിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കും ഇതിലേതാണ് എന്താ അപ്ലൈഡ് സൈക്കോളജിയിൽ പെടുന്നത്, ഇല്ലെങ്കിൽ ഇതിലേതാണ് പ്യുവർ സൈക്കോളജിയിൽ പെടാത്തത്. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉള്ളതാണ് എന്ത് ഈ ഒരു ഏരിയ. ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട്, അപ്പോൾ അത് നിങ്ങൾ ഒന്ന് നോട്ട് ചെയ്ത് പഠിക്കുക. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്താണ് നമ്മുടെ സൈക്കോളജിക്കൽ തോട്ട്സിനെ പറ്റിയിട്ടാണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് ഓൺ സ്ട്രക്ചറലിസം. സ്ട്രക്ചറലിസത്തിൻ്റെ പ്രൊപ്പണൻ്റ് ആരാണ്? നമ്മുടെ വില്യം വൂണ്ടാണ്. വില്യം വൂണ്ടാണ് സ്ട്രക്ചറലിസം. ഇതിങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് വൺ വേർഡായിട്ട് അങ്ങനെ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ചിലതൊക്കെ നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് ലെവൽ ക്വസ്റ്റ്യൻസും ഇപ്പോൾ കാണുന്നുണ്ട്. അപ്പം ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഓർത്തിരിക്കുക. ഇതൊക്കെ എളുപ്പം തറമായിട്ട് പഠിച്ചാൽ നമുക്ക് കിട്ടാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസാണ്. അപ്പോൾ സ്ട്രക്ചറലിസം എന്ന് പറയുന്ന വില്യം വൂണ്ടാണ്. അദ്ദേഹം തന്നെയാണ് ഫസ്റ്റ് സൈക്കോളജിക്കൽ ലാബ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് 1879. എവിടെയാണ്? ലിപ്സിക്, ജർമ്മനിയിൽ. ഇത് ഉറപ്പായിട്ടും പഠിച്ചോണം കേട്ടോ. ഇത് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണേ, കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻസാണ്. അപ്പം വില്യം വൂണ്ട് എന്ന് പറയുമ്പം സ്ട്രക്ചറലിസത്തിൻ്റെ ആളാണ്. ഫസ്റ്റ് സൈക്കോളജി ലാബ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് പുള്ളിയാണ്. 1879 ലിപ്സിക്, ജർമ്മനിയിലാണ് ഈ പറഞ്ഞ ലാബ്. ഇനി ഫാദർ ഓഫ് എക്സ്പെരിമെൻ്റൽ സൈക്കോളജി ആരാന്ന് ചോദിച്ചാലും നമ്മുടെ വില്യം വൂണ്ടായിരിക്കും. അത് ഓർത്തിരിക്കുക. ഫാദർ ഓഫ് സൈക്കോളജി എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ വില്യം വൂണ്ടാണ്. എക്സ്പെരിമെൻ്റൽ സൈക്കോളജി ആണെന്നുണ്ടെങ്കിലും അത് വില്യം വൂണ്ടാണ്. ഇനി അടുത്തത് സിഗ്മണ്ട് ഫ്രോയിഡ്. സിഗ്മണ്ട് ഫ്രോയിഡ് എന്ന് പറയുമ്പോൾ ഫാദർ ഓഫ് മോഡേൺ സൈക്കോളജി ആണ്. മോഡേൺ സൈക്കോളജി. മറ്റത് ഫാദർ ഓഫ് സൈക്കോളജിയും എക്സ്പെരിമെൻ്റൽ സൈക്കോളജിയുമാണ് നമ്മുടെ വില്യം വൂണ്ടെങ്കിൽ ഫാദർ ഓഫ് മോഡേൺ സൈക്കോളജി എന്ന് പറയുന്നത് ഇവിടെ സിഗ്മണ്ട് ഫ്രോയിഡ് ആണ്. അത് ഓർത്തിരിക്കുക. ഇനി അടുത്തതാണ് ഫങ്ഷണലിസം. ഫങ്ഷണലിസത്തിൻ്റെ പ്രൊപ്പണൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ വില്യം ജെയിംസ് ആണ് മെയിനായിട്ട്. വില്യം ജെയിംസ് ആണ്, ഓർത്തിരിക്കുക. വില്യം ജെയിംസ് ആണ് മെയിനായിട്ട്. പിന്നെ അതിൽ തന്നെ വരുന്ന ആളുകളാണ് നമ്മുടെ പ്രൊജക്ട് മെത്തേഡിൻ്റെ ജോൺ ഡുവേ, ഹാർവേ, അങ്ങനെയുള്ള. മെയിനായിട്ട് വില്യം ജെയിംസ് ഓർത്തിരിക്കുക. പ്രൊപ്പണൻ്റ് ആകുന്ന ക്വസ്റ്റ്യൻ വന്നാൽ വില്യം ജെയിംസ് ആയിരിക്കും മെയിനായിട്ട് ചോദിക്കുക, ഓപ്ഷൻ സി. ഇനി അടുത്തതാണ് ഗസ്റ്റാൾട്ടിസം. അതെന്ന് പറയുന്ന ആരാ? അതിൻ്റെ പ്രൊപ്പണൻ്റ് എന്ന് പറയുന്നത്, മെയിൻ പ്രൊപ്പണൻ്റ് എന്ന് പറയുന്നത് മാക്സ് വ്രത്തിമർ ആണ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ട് സൈക്കോളജിയിലൊക്കെ. മാക്സ് വ്രത്തിമർ ആണ്. പിന്നെ അതേപോലെ തന്നെ കോഹ്ലറും കോഫ്മാനും ഒക്കെ ഈ ഒരു ഗസ്റ്റാൾട്ട് സൈക്കോളജിസ്റ്റുകളാണ്. അതും ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉള്ളതാണ്. അത് ഞാനൊരു ക്വസ്റ്റ്യൻ ഓൾറെഡി നമ്മുടെ ഇവിടെ തന്നെ ഉണ്ട്. ഗസ്റ്റാൾട്ട് സൈക്കോളജിസ്റ്റ് നമുക്ക് ഓപ്ഷൻസ് തരും. മാക്സ് വ്രത്തിമർ, കോഹ്ലർ, കോഫ്ക, കട്ട്ലവിൻ. അതിൻ്റെ കൂടെ ചിലപ്പം നമ്മുടെ സ്കിന്നറോ അങ്ങനെ ആരെങ്കിലും കൊണ്ടുവന്ന് തന്നിട്ട് ഇതിൽ ഗസ്റ്റാൾട്ട് സൈക്കോളജിസ്റ്റ് അല്ലാത്തവരെ പിക്ക് ചെയ്യാന്ന് പറഞ്ഞ് ക്വസ്റ്റ്യൻസ് വരും. അപ്പോൾ അങ്ങനെ ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉള്ളതാണിത്. അപ്പോൾ നിങ്ങൾ ഗസ്റ്റാൾട്ട് സൈക്കോളജിസ്റ്റിൻ്റെ പേര് ഓർത്തിരിക്കുക. എളുപ്പമാണ് പഠിക്കാൻ. മാക്സ് വ്രത്തിമർ നമ്മൾ ഓൾറെഡി പഠിക്കണം, കാരണം മെയിൻ പ്രൊപ്പണൻ്റ് അദ്ദേഹമാണ്. പിന്നെ അതിൻ്റെ അകത്ത് വരുന്നവരെല്ലാവരും കെ വെച്ച് തുടങ്ങുന്ന ആളുകൾ, അങ്ങനെ പഠിച്ചാൽ മതി. കോഹ്ലർ, കോഫ്ക, കട്ട്ലവിൻ. അപ്പോൾ നമുക്ക് ഓർത്തിരിക്കാൻ എളുപ്പമായിരിക്കും. അപ്പോൾ അതാണ് ഗസ്റ്റാൾട്ടിസം. ഇനി അടുത്തത് നമ്മുടെ ബിഹേവിയറിസം. അപ്പം ബിഹേവിയറിസം എന്ന് പറയുമ്പോൾ ആരാ? നമ്മുടെ JB വാട്സൺ ആയിരിക്കുമേ. ഓർത്തിരിക്കുക. ബിഹേവിയറിസത്തിൻ്റെ മെയിൻ പ്രൊപ്പണൻ്റ് JB വാട്സൺ. പിന്നെ അതിൻ്റെ ബിഹേവിയറിസത്തിൽ വരുന്ന സൈക്കോളജിസ്റ്റുകളാണ് നമ്മുടെ പാവ്ലോ, തൊണ്ടേക്, സ്കിന്നർ, ഹള്ളൊക്കെ. അത് നമ്മൾ ഓൾറെഡി തിയറീസൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും BEd. അപ്പോൾ അത് വെച്ചിട്ട് ഓർത്തിരിക്കുക. ദെൻ സൈക്കോ അനാലിസിസിൻ്റെ മെയിനായിട്ടുള്ള പ്രൊപ്പണൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സിഗ്മണ്ട് ഫ്രോയിഡ് ആയിരിക്കും. അതും നിങ്ങൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ BEd പഠിച്ചുകൊണ്ടിരിക്കുന്നവർ ഇനി വരുന്ന കേറ്ററ്റ് അപ്പിയർ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ 4th സെമ്മിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളതാണ് സൈക്കോ അനാലിറ്റിക്കൽ തിയറി. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ പരിചയം ഇല്ലായിരിക്കും, പക്ഷേ ഓൾറെഡി കേറ്ററ്റ് എഴുതിക്കൊണ്ടിരിക്കുന്നവർക്ക്, ഓൾറെഡി BEd കഴിഞ്ഞവർക്ക് ഇതറിയാം. നമ്മുടെ BEd 4th സെമ്മിലുള്ളതാണ് സൈക്കോ അനാലിറ്റിക്കൽ തിയറി. അപ്പോൾ അതിൻ്റെ പ്രൊപ്പണൻ്റ് ആണ് ആര്? നമ്മുടെ സിഗ്മണ്ട് ഫ്രോയിഡ് എന്ന് പറയുന്നത്. പിന്നെ അതിൻ്റെ അകത്ത് വരുന്ന സൈക്കോളജിസ്റ്റുകളാണ് ആഡ്ലർ, കാൾ ജങ് ഒക്കെ വരുന്നത്. മെയിനായിട്ട് സിഗ്മണ്ട് ഫ്രോയിഡ് ഓർത്തിരിക്കുക. ഇനി ഇത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ഡ്രീംസ്, സ്വപ്നങ്ങളുടെ വ്യാഖ്യാനം ആരുടെ പുസ്തകമാണ്? ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട്. സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ ആണ്. സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ പുസ്തകമാണ് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ഡ്രീംസ്. ഇത് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളതാണ്, അതാണ് ഞാൻ ഹൈലൈറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് പഠിക്കുക. അതേപോലെ ഇദ്ദേഹത്തിൻ്റെ തന്നെ വേറെ കുറച്ച് പുസ്തകങ്ങളാണ് ഈ താഴെ തന്നിരിക്കുന്നത്. ഇഡ് ആൻഡ് ഈഗോ, ദ സൈക്കോളജി ഓഫ് എവറിഡേ ലൈഫ്, ബിയോണ്ട് ദ പ്രഷർ പ്രിൻസിപ്പിൾ, ഓൺ അഫാനിയ. അങ്ങനെ കുറച്ച് ബുക്കുകൾ, ഇദ്ദേഹത്തിൻ്റെ പേരിലുള്ള കുറച്ച് ബുക്കുകളാണ് ഈ തന്നിരിക്കുന്നത്. ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ഡ്രീംസ് ഇത് എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, അത് ഓർത്തിരിക്കുക. ഇനി
അടുത്താണ് നമ്മുടെ ഹ്യൂമനിസം. ഹ്യൂമനിസം എന്ന് പറയുമ്പം മെയിനായിട്ട് എബ്രഹാം മാസ്ലോയാണ്. പിന്നെ നമ്മുടെ കാൾ റോജേഴ്സും ഒക്കെ ഹ്യൂമനിസത്തിൽ വരുന്ന സൈക്കോളജിസ്റ്റുകളാണ്. ഇനി അടുത്ത് നമ്മുടെ കൊഗ്നിറ്റീവ് കൺസ്ട്രക്റ്റിവിസം. ഇത് നിങ്ങൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു കാണും. നമ്മുടെ ബ്രൂണർ, പിയാഷെ, വൈഗോട്സ്കി ഒക്കെയാണ് കൊഗ്നിറ്റീവ് കൺസ്ട്രക്റ്റിവിസം അതിൽ വരുന്ന സൈക്കോളജിസ്റ്റുകൾ. ദെൻ ഈ ക്വസ്റ്റ്യൻ ഒരു തവണ ചോദിച്ചിട്ടുള്ളതാണ്. കുട്ടി ശാസ്ത്രജ്ഞന്മാർ എന്ന് വിശേഷിപ്പിച്ച സൈക്കോളജിസ്റ്റ് ആരാന്ന് ചോദിച്ചാൽ നമ്മുടെ പിയാഷെയാണ്. കുട്ടി ശാസ്ത്രജ്ഞന്മാർ എന്ന് വിശേഷിപ്പിച്ച സൈക്കോളജിസ്റ്റ് നമ്മുടെ പിയാഷെയാണ്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇത്രയും ഇന്ന് പഠിച്ച സാധനങ്ങളൊക്കെ നിങ്ങളൊരു നോട്ട് പ്രിപ്പയർ ചെയ്ത് നോക്കി. ഇതിൽ നിന്നൊക്കെ ഈ ഹൈലൈറ്റ് ചെയ്തിട്ടേക്കുന്നതൊക്കെ എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നിങ്ങൾ അത്രയും നിങ്ങളുടേതായ ഒരു ചെറിയ നോട്ടും കൂടി കയ്യിലുണ്ടാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സാമിന് മുമ്പ് ജസ്റ്റ് ഒന്ന് ഓടിച്ച് മറിച്ച് നോക്കാൻ കുറച്ചുകൂടി ഈസി ആയിരിക്കും. അപ്പോൾ ഇതുപോലെ ഇനിയും കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓരോ മേഖലയിൽ നിന്ന് പല സബ്ജക്ട്സ് ഉണ്ടല്ലോ നമ്മുടെ കേറ്ററ്റിൻ്റെ അകത്ത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് കവർ ചെയ്യുന്ന വീഡിയോസ് ഞാൻ മുമ്പോട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയി തോന്നിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. അതേപോലെ കേറ്ററ്റൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണെങ്കിൽ പ്ലീസ് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ.